ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ, ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുറത്തെ ഷോപ്പുകളിലേക്കൊന്നും അല്ല കേട്ടോ ഞാൻ സെയിൽ ചെയ്യണത്. ഞാൻ കൊടുക്കണത് നമ്മുടെ വീട്ടിൽ ഞാൻ കുറേ നാളായിട്ട് ചെയ്യണതാണ് കേട്ടോ. നമുക്ക് ഗൾഫിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് വീടുകളിലേക്കുള്ള ബനാന ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചെയ്യണു. എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഫങ്ഷനൊക്കെ ചിപ്സൊക്കെ മേടിക്കുന്നതിന് പകരം എൻ്റെ അടുത്ത് വന്നിട്ട് പറയും കേട്ടോ, ഇത്ര കിലോ ഇങ്ങനെ വേണമെന്ന് പറയും. അപ്പോൾ ഞാനതങ്ങനെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഓയിലിൽ വേണ്ടവർക്ക് അങ്ങനെ റെഡിയാക്കി കൊടുക്കും, വെളിച്ചെണ്ണയിൽ വേണ്ടവർക്ക് അതുപോലെ റെഡിയാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കൊലയൊക്കെ ആയിട്ട് മേടിക്കും. എന്നിട്ട് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് അപ്പോൾ ആ ആവശ്യത്തിനാണ് ഞാൻ റെഡിയാക്കാറുള്ളൂ. ഞാൻ ഷോപ്പിലേക്കൊന്നും കൊടുക്കാറില്ല. ഇതുപോലെ എൻ്റെ അടുത്ത് ഓർഡർ വരുന്നത് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓയിലിലാണെങ്കിൽ ആ ഒരു റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലിലാണെങ്കിൽ അങ്ങനെ കൊടുക്കുക കേട്ടോ. കൂടുതൽ പേരും എൻ്റെ അടുത്ത് വരാറുള്ളത് വെളിച്ചെണ്ണയിൽ റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ആണ് റെഡിയാക്കി കൊടുക്കാറ് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെറിയ പീസായിട്ട് സ്ലൈസറിൽ സ്ലൈസ് ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. സ്ലൈസറിലാണ് ഞാൻ കൂടുതലും ചെയ്യണത്. അപ്പോൾ ഇന്ന് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൈകൊണ്ട് തന്നെ ചെയ്യണത്. സ്ലൈസറിൽ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടും കേട്ടോ. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ സ്ലൈസറിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിൽ ചെയ്യാനാണ് പോണത്. അപ്പോൾ ഈ ഓർഡർ നമുക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പാക്ക് ചെയ്യുന്നതൊന്നും എടുത്തിട്ടില്ല. പാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഷോപ്പിലേക്കൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യണത് വൈറ്റ് കളർ പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ചിലപ്പോൾ അവർ 1 കിലോ 2 കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും പറയണത്. അത് നമ്മൾ അതനുസരിച്ചുള്ള കവറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ഞാനിങ്ങനെ ഇന്നൊരു ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾക്കും കൂടി ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പരിപാടിയാണ് കേട്ടോ. വേറെ പലർക്കും പല ഐറ്റംസും ഉണ്ടാക്കാൻ അറിയായിരിക്കും. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ നമുക്കിതുപോലെ വീട്ടിലിരുന്ന് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ പുറത്തുള്ളവരിലേക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്ന അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ വരും കേട്ടോ. 1-2 ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡർ വരും കേട്ടോ. അപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ തേടി ആൾക്കാർ വരും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മളുടെ സാധനങ്ങളുടെ വില അനുസരിച്ച് നമ്മൾ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി കൊടുക്കുന്നതാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തോടെ തന്നെ ആൾക്കാർ മേടിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.